എടാ ടിൻഡു, നീ എവിടെയാ? അമ്മേ, ഞാനിവിടെ പുറത്തുണ്ട്. എടാ, നീ നമ്മുടെ ഗ്രേസി ആന്റിയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ? അവർക്ക് ഭയങ്കര ഗമയാ. ഓ, ഗമയൊന്നും ഇല്ലടാ. നമ്മുടെ പറമ്പിൽ ധാരാളം പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നീ കുറച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അവരൊരു പാവമാ. പാവായതുകൊണ്ടാണോ പാവയ്ക്ക? ദാ പിടിക്ക്. പോവാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അവിടെ ചെന്നാൽ നല്ല അന്തസ്സായി പെരുമാറണം. ആന്റി നന്നായി പെരുമാറിയാ അവിടുത്തെ അങ്കിളിന്റെ നടു ഒടിഞ്ഞതെന്ന് നാട്ടാരും അറിയുന്നു. അങ്ങനെയൊന്നും പറയരുത്. കഥ കടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം. അല്ലാതെ ചെന്ന പാടെ ചടപടാന്ന് കഥയിൽ മുട്ടരുത്. ഓക്കെ. ഇരിക്കാൻ പറയാതെ ഇരിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവര് ശ്രദ്ധിക്കും. ഓഹോ, അങ്ങനെയാണോ? വലിയ സൽക്കാരപ്രിയയാണ്. കുറെ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും. വാരി വലിച്ചു തിന്നരുത്. ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക, കേട്ടോ? അമ്മേ, അത് കുറെ കൂടുതലല്ലേ? കൂടുതലല്ല, കുറച്ച്, ഒരു കഷ്ണം. ഇതിലും ഭേദം ഞാൻ പോവാത്തതാ. എന്നാ പിന്നെ സമയം കളയാതെ പോവാൻ നോക്ക്. അയ്യോ, വന്നത് വെറുതെ ആയോ? ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഏതായാലും വന്ന സ്ഥിതിക്കൊന്ന് കേറി നോക്കാം. കഥ കടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം. അല്ലാതെ ചെന്ന പാടെ ചടപടാന്ന് കഥയിൽ മുട്ടരുത്. അല്ല, ഇതാര്? ടിൻഡുമോനോ? ആന്റി ഇവിടെ ഉണ്ടായിരുന്നു. പുറത്ത് ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചപ്പോ ഞാൻ കരുതി ആന്റി ഇവിടെ ഉണ്ടാവില്ലാന്ന്. അയ്യോ മോനെ, അത് ഗ്രേസി ഇല്ലാന്നല്ല, ഗ്രേസി വില്ലാന്നാ വീടിന്റെ പേരാ. അതങ്ങനെയും വായിക്കുമല്ലേ? ഇതാ ഈ പാവയ്ക്ക് ഇവിടെ തരാൻ അമ്മ പറഞ്ഞു. ഓ, സോ നൈസ് ഓഫ് യു. മോൻ അകത്തേക്ക് വരൂ. എന്താ മോനെ ഇരിക്കാത്തത്? ഇരിക്കൂ. ആന്റി ഇരിക്കാൻ പറയാതെ ഇരിക്കരുതെന്ന് അമ്മ പറഞ്ഞത്. ഗുഡ് ബോയ്. മോൻ ഇരിക്കേ, ആന്റി ഇപ്പൊ വരാം. ദൈവമേ, ഇപ്പൊ സൽക്കാരം തുടങ്ങും. എനിക്ക് കൺട്രോള് തരണേ. ടിൻഡു, ദാ കുറച്ച് പലഹാരം കഴിക്കൂ. വലിയ സൽക്കാരപ്രിയയാണ്. കുറെ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും. വാരി വലിച്ചു തിന്നരുത്. ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക, കേട്ടോ? നീ അവിടെ ചെന്നിട്ട് അമ്മ പറഞ്ഞ പോലെ നല്ല അന്തസ്സായി പെരുമാറിയില്ലേ? ഞാൻ ആദ്യം കോളിംഗ് ബെൽ അമർത്തി. അവർ വാതില് തുറന്നു. ആന്റി ഇരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്നു. പലഹാരം കൊണ്ടുവന്നപ്പോ ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം ഞാൻ തിന്നു. അമ്മ പറഞ്ഞ എല്ലാ കാര്യവും നിനക്ക് ഓർമ്മ വന്നല്ലോ. നല്ല കുട്ടി. ഒഴിഞ്ഞ ബാസ്ക്കറ്റിന് എന്താ ഇത്രയും കനം? നീ ഇതിലെ മുഴുവൻ പാവയ്ക്കും കൊടുത്തില്ലേ? ദ്രോഹി, ചതിച്ചോ? എന്താടാ ഇത്? അമ്മയല്ലേ എപ്പോഴും പറയാറ് ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന്. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനെല്ലാം കൂടെ പെറുക്കി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു.